യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. മോർണിംഗ് ഡ്യൂവിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവിക സന്ദേശം, നമ്മുടെ ജീവനെ പുതുക്കുക എന്നുള്ളതായ സന്ദേശം കേൾക്കുവാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചു. ഒരിക്കലും മറക്കരുത്, നമ്മളുടെ ഈ ദിവസങ്ങളിലെ ചിന്ത എന്ന് പറയുന്നത്, ഈ ഭൂമിയിൽ ഈ ശരീരത്തോടു കൂടെ നമ്മളായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ജഡത്തിൽ നമ്മളായിരിക്കുമ്പോൾ എപ്രകാരം ജീവിക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസവും സംസാരിച്ചത്. നമ്മുടെ ജീവനെ നാം പുതുക്കണം. അതായത് കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ, പ്രത്യേകിച്ച് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മരണം, അടക്കം, പുനരുത്ഥാനം ഇവയോട് നമ്മൾ ഏകീഭവിച്ച് നമ്മുടെ ജീവനെ നാം പുതുക്കണം. ജീവന്റെ പുതുക്കത്തിൽ നാം നടക്കണമെന്നുള്ളതാണ് നമുക്ക് കേൾക്കുവാനിടയായി തീർന്നത്. ദൈവം അനുവദിച്ചാൽ നമ്മൾ അടുത്ത ദിവസങ്ങൾ ലൂക്കോസിന് സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ നിന്നും ചിന്തിക്കുന്നതാണ്. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, കർത്താവ് യേശുക്രിസ്തു സ്നാനമേറ്റ ഉടനെ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചല്ലോ, ആത്മാവിൽ നമ്മൾ നടക്കണമെന്നുള്ളത്. അതേ ഒരു കാര്യം തന്നെയാണ് ഞാൻ അതിലൂടെ നിങ്ങളോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ അതിനു മുമ്പായി നാം അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നാം സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ആവശ്യം വേണ്ട ഒരു കാര്യമാണ് ടു റിയലൈസ് വെയർ വി ആർ. നമ്മൾ എവിടെ ആയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതേ കാര്യം തന്നെയാണ് ഇന്ന് ഞാൻ നിങ്ങളോടും സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത്. മനുഷ്യരെല്ലാവരും തന്നെ സന്തോഷ സാഹചര്യങ്ങളിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദാവീദിന്റെ 23-ാം സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും, ദാവീദ് പാടുന്നുണ്ട്, അവൻ എന്നെ പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് വഴി നടത്തുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നാം മനസ്സിലാക്കണം. നാം ഈ അധിവസിക്കുന്നതായ ഭൂമി, അല്ലെങ്കിൽ ഈ ലോകം, സന്തോഷ സാഹചര്യങ്ങൾ നിറഞ്ഞതല്ല. ഇവിടെ നമുക്ക് ലഭിക്കുന്നതായ സമാധാനമാകട്ടെ, സന്തോഷമാകട്ടെ, അതിന് ദൈർഘ്യം വളരെ കുറവാണ്. അത് ഒരിക്കലും നീണ്ടു നിൽക്കുകയില്ല. ബന്ധങ്ങളാണെങ്കിൽ പോലും നമുക്കറിയാം, ഒരു സുഹൃത്ത് ബന്ധം എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നത് എപ്പോഴും ആ ബന്ധം ഉണ്ടാകണം എന്നുള്ളതാണ്. പക്ഷേ പലപ്പോഴും പല ബന്ധങ്ങളും മുറിഞ്ഞു പോകാറുണ്ട്. പലപ്പോഴും പല സ്നേഹങ്ങളും തണുത്തു പോകാറുണ്ട്. അതുകൊണ്ട് ഈ ഭൂമിയിൽ ലഭിക്കുന്നതായ സന്തോഷമാകട്ടെ, സമാധാനമാകട്ടെ, ഇതൊന്നും ശാശ്വതമല്ല. ഇത് എപ്പോൾ വേണമെങ്കിലും നിന്നു പോകാം എന്നുള്ളതായ വളരെ പ്രധാനപ്പെട്ട കാര്യം നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. പല ആളുകളും അങ്ങനെ ഒരു തിരിച്ചറിവിലല്ല ജീവിക്കുന്നത്. അവർ ചിന്തിക്കുന്നു, ഞങ്ങളുടെ ഈ ബന്ധം, ഞങ്ങളുടെ ഈ സ്നേഹം എപ്പോഴും നിലനിൽക്കും എന്ന് അവർ ചിന്തിക്കുന്നു. അതിനടിസ്ഥാനപ്പെട്ടാണ് പലരും മുന്നോട്ട് ജീവിക്കാൻ ശ്രമിക്കുന്നത് തന്നെ. പക്ഷേ ഇവിടെ സംഭവിക്കുന്ന എന്താ? ജീവിതത്തിൽ പല വിഷയങ്ങളും വന്നിട്ട്, പ്രശ്നങ്ങളും വന്നിട്ട്, അങ്ങനെയുള്ള ബന്ധങ്ങളെല്ലാം മുറിഞ്ഞു പോകുമ്പോൾ നമ്മൾ വളരെ നിരാശരായി തീരാറുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ വചനം എന്താണ് ഈ ലോകത്തെക്കുറിച്ച് നമ്മളോട് പറയുന്നത്? അതുമായി ബന്ധപ്പെട്ട ചില വാക്യങ്ങളാണ് ഇന്ന് ഞാൻ വായിച്ച് നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമായി നമുക്ക് 1 യോഹന്നാൻ 5-ാം അധ്യായം 19-ാമത്തെ വാക്യം വായിക്കാം. നാം ദൈവത്തിൽ നിന്നുള്ളവർ എന്ന് നാം അറിയുന്നു, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ദൈവം ആണ് ഈ ലോകത്തിൻ്റെ അധിപൻ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ദൈവമാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചത്, ഈ ഭൂമിയെ സൃഷ്ടിച്ചത്, പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതൊക്കെ ദൈവമാണെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു അധികാര കൈമാറ്റം ഈ ഭൂമിയിൽ സംഭവിച്ചിരുന്നു. അത് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. ആദം തനിക്ക് ദൈവം അധികാരമായി കൊടുത്തിരുന്ന ഈ ഭൂമിയുടെ ആ അധികാരം സാത്താന് കൈമാറി. അനുസരണക്കേട് നിമിത്തം സാത്താന് അവൻ കൈമാറിയതുകൊണ്ട് അന്നു മുതൽ ഈ ലോകത്തിൻ്റെ അധിപനായി, ഈ ലോകത്തിൻ്റെ അധികാരം ദുഷ്ടനായ പിശാചിൻ്റെ കയ്യിലാണ്. പലരും പിശാചിനെ വിശ്വസിക്കുന്നു പോലുമില്ല. പക്ഷെ ഒരു കാര്യം സ്പഷ്ടമാണ്, ദൈവത്തെ വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ പിശാചിൽ വിശ്വസിക്കുന്നുമുണ്ട്. ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു, ഈ ഭൂമി ദുഷ്ടന്റെ അധീനതയിലാണ്. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുട്ടാക്കി. അപ്പോൾ ആദ്യത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, ഈ സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു.
പിശാചിനെ ദുഷ്ടനെന്ന് ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇവിടെ ദുഷ്ടൻ എന്ന് വിളിക്കുന്നത്? സകല ഈവിളിൻ്റെയും, സകല പൈശാചികതയുടെയും, സകല ദുഷ്ടതയുടെയും ഉറവിടമാണ് പിശാച് എന്ന് പറയുന്നത്. അപ്പോൾ അവൻ്റെ കീഴിലാണ് ഈ ഭൂമി കിടക്കുന്നതെങ്കിൽ ഈ ഭൂമിയിൽ എന്തെങ്കിലും സമാധാനം ലഭിക്കുമോ? ഈ ഭൂമിയിലെ വിനോദ കേന്ദ്രങ്ങളിൽ പോയി സമാധാനം നേടുവാൻ ശ്രമിക്കുന്നവർ, ഈ ഭൂമിയിലെ റിട്രീറ്റ് സെൻ്ററുകളിൽ സമാധാനം അന്വേഷിക്കാൻ പോകുന്ന ആളുകൾ, അവർക്ക് ശാശ്വതമായ സമാധാനം ലഭിക്കുമോ? ഇല്ലെന്നാണ് വിശുദ്ധ വേദപുസ്തകം നമ്മോട് പറയുന്നത്. രണ്ടാമത്തെ വാക്യം വായിച്ചതിൽ നമുക്ക് ബോധ്യമായൊരു കാര്യം, ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുട്ടാക്കി. ഇവിടെ പിശാചിനെ ദൈവം എന്ന് വിളിച്ചിരിക്കുക. വാസ്തവത്തിൽ അവൻ ദൈവം അല്ല. എന്നാൽ ലോകത്തിലുള്ള ആളുകൾ അവനെ ആരാധിക്കുന്നത് കൊണ്ട് അവനെ ഇവിടെ ദൈവമായി അവതരിപ്പിച്ചിരിക്കുക. പിശാച് ഒരിക്കലും ദൈവം അല്ല. പക്ഷെ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ആ ഭാഷാപ്രയോഗത്തിൽ പിശാചിനെ ആരാധിക്കുന്ന ആളുകളുണ്ട്. പിശാചിന് ഇഷ്ടം ആരൊക്കെയാണ് ചെയ്യുന്നത്? അവർ വാസ്തവത്തിൽ ദേ ആർ വർഷിപ്പിംഗ് ദ ഡെവിൾ. അവർ പിശാചിനെ ആരാധിക്കുകയാണ്. എഫേസ്യർ 6:12 വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. നോക്കുക, നമുക്ക് പോരാട്ടം, അതായത് ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഫൈറ്റിംഗ് ഉണ്ട്, നമുക്ക് എപ്പോഴും യുദ്ധമുണ്ട്. ഈ ഒരു കാര്യം നമ്മൾ ആരും മറന്നു പോകരുത്. എന്തുകൊണ്ടാണ് നമുക്ക് യുദ്ധമുള്ളത്? എല്ലാവർക്കും യുദ്ധമില്ല. പിശാചിനെ എതിർക്കുന്നവർക്ക് മാത്രമേ യുദ്ധമുള്ളൂ. ഇന്ന് ഭൂമിയിൽ ഏറ്റവും അധികം ഉപദ്രവിക്കപ്പെടുന്നവർ, ഏറ്റവും അധികം സമ്മർദ്ദപ്പെടുന്നവർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദൈവത്തിൽ നിന്നും ജനിച്ചവർ തന്നെയാണ്. കാരണം പിശാച് എപ്പോഴും അവയോട് പോരാടുന്നു. നമുക്കും ഈ പിശാചിനോട് എപ്പോഴും പോരാട്ടമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. എവിടൊക്കെ ഇത് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പിശാചിന് വാഴ്ചകളുണ്ട്, അവന് അവൻ്റെതായിട്ടുള്ള റൂളിംഗ് മേഖലകളുണ്ട്, അവന് അധികാരങ്ങളുണ്ട്, പവേഴ്സ് അധികാരങ്ങളുണ്ട്. അതുപോലെ ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികൾ ഉണ്ട്. എന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ അന്ധകാരത്തിൻ്റെ ശക്തി ഇന്ന് ഈ ഭൂമിയിലുണ്ട് എന്ന് മാത്രമല്ല, സ്വർലോകങ്ങളിൽ പോലും ആകാശങ്ങളിൽ പോലും ഈ ദുഷ്ടാത്മ സേനയുണ്ട്. ഞാൻ നിങ്ങളെ പേടിപ്പിക്കാൻ പറയുന്നതല്ല, മറിച്ച് നമ്മൾ റിയലൈസ് ചെയ്യണം, ഈ ഭൂമി ദുഷ്ടന്റെ കീഴിലാണെന്ന് നമ്മൾ റിയലൈസ് ചെയ്യണം. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ലോകത്തെയും അതിലുള്ളതിനെയും നിങ്ങൾ സ്നേഹിക്കരുതെന്ന് പറയുന്നത്. നാം സ്നേഹിക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ സ്നേഹിക്കുന്നത് സാത്താനെയാണ്. ഈ ലോകത്തിൽ നിങ്ങളുടെ പ്ലഷർ, നിങ്ങളുടെ സന്തോഷം നിങ്ങൾ കണ്ടെത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ യു ആർ വർഷിപ്പിംഗ് ഡെവിൾ. നിങ്ങൾ സാത്താനെ ആരാധിക്കുന്ന ആളുകളാണ്. ഒരുപക്ഷെ നമ്മൾ പറയുന്നു, ഞാൻ ചർച്ചിൽ എല്ലാ ഞായറാഴ്ചയും പോകുന്നുണ്ട്. ഒരുപക്ഷെ നമ്മൾ പറയുന്നു, ഞാൻ ആത്മീയ കൂട്ടായ്മകളൊന്നും മുടക്കുന്നില്ല, ഞാൻ സ്ഥിരമായി ടെലിവിഷൻ ഗോസ്പിൾ പ്രോഗ്രാംസ് കാണുന്നു. പക്ഷേ ഈ ലോകത്തിൽ നിങ്ങളുടെ സന്തോഷം നിങ്ങൾ കണ്ടെത്തുമ്പോൾ, ലോകത്തിൽ മാത്രമായി നിങ്ങളുടെ സന്തോഷത്തെ നിങ്ങൾ ഫോക്കസ് ചെയ്യുമ്പോൾ, യു ആർ വർഷിപ്പിംഗ് സൈറ്റാൻ. നിങ്ങൾ സാത്താനെ ആരാധിക്കുന്നു. അതുകൊണ്ട് ഇന്നെന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെയും, നമ്മൾ സാത്താനെ ആരാധിക്കുന്നവരായി തീരരുത്. നമ്മുടെ സന്തോഷം നമ്മൾ ലോകത്തിലല്ല കാണേണ്ടത്. ഈ ലോകത്തിലെ സന്തോഷം മുഴുവനും താൽക്കാലികമാണെന്ന് നാം തിരിച്ചറിയണം. യോഹന്നാൻ 12:31 നമ്മളിങ്ങനെ വായിക്കുന്നു, ഇപ്പോൾ ഈ ലോകത്തിൻ്റെ ന്യായവിധി ആകുന്നു, ഇപ്പോൾ ഈ ലോകത്തിൻ്റെ പ്രഭുവിനെ പുറത്തു തള്ളിക്കളയും. കർത്താവ് യേശുക്രിസ്തു തൻ്റെ മരണത്തോട് അടുക്കുന്ന സമയത്ത് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, ഇപ്പോൾ ഈ ലോകത്തിൻ്റെ ന്യായവിധി ആകുന്നു, ഞാൻ ന്യായം വിധിക്കാൻ പോകുക, പിശാചിനെ ഞാൻ വിധിക്കാൻ പോകുകയാണ്. ഇപ്പോൾ ഈ ലോകത്തിൻ്റെ പ്രഭുവിനെ പുറത്തു തള്ളിക്കളയും, അവൻ്റെ ആധിപത്യത്തെ ഞാൻ തള്ളിക്കളയാൻ പോകുകയാണ്. അതെങ്ങനെയാണ്? കർത്താവ് യേശുക്രിസ്തു കൽവരി ക്രൂശിൽ വെച്ച് പിശാചിനെ തോൽപ്പിച്ചത് നിമിത്തം. നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് പിശാച് യേശുവിനെ ക്രൂശിലേക്ക് കൊണ്ടുപോയി എന്നുള്ളത്. ഇല്ല, ഒരിക്കലും പിശാച് യേശുവിനെ ക്രൂശിലേക്ക് കൊണ്ടുപോയില്ല. മറിച്ച് യേശുവിൻ്റെ ആ കഷ്ടാനുഭവ ആഴ്ചകളിലാകട്ടെ, യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷകളിലാകട്ടെ, യേശു പിശാചിന് ഒരു അധികാരവും തൻ്റെ ജീവിതത്തിൽ കൊടുത്തില്ല. അടുത്ത വാക്യം വായിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായി തീരും. 14-ാം അധ്യായം 30-ാം വാക്യം, ഇനി ഞാൻ നിങ്ങളോട് വളരെ സംസാരിക്കുകയില്ല,
ലോകത്തിൻ്റെ പ്രഭു വരുന്നു, അവൻ എന്നോട് ഒരു കാര്യവുമില്ല. അതായത് തൊട്ട് അടുത്ത് നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെ സൂചിപ്പിച്ചുകൊണ്ട് യേശു പറയുന്നു, ലോകത്തിൻ്റെ പ്രഭു വരുന്നു. എവിടെ വരുന്നു? തൻ്റെ അടുക്കിലേക്ക് വരുന്നു. പക്ഷേ തൻ്റെ അടുക്കിലേക്ക് വരുന്നു എന്ന് വരികിലും അവന് എന്നോടൊരു കാര്യവുമില്ല എന്ന് യേശു പ്രഖ്യാപിക്കുകയാണ്. അതിനർത്ഥം എന്താണ്? ഞങ്ങൾ തമ്മിൽ യാതൊരു ബിസിനസ്സുമില്ല, ഞങ്ങൾ തമ്മിൽ യാതൊരു ഏർപ്പാടുമില്ല, എന്നിൽ എന്തെങ്കിലും ക്ലെയിം ചെയ്യാൻ അവനില്ല. അതുകൊണ്ടാണത്രേ അന്നത്തെ ന്യായവിസ്താരങ്ങളിൽ, പ്രത്യേകിച്ച് റോമൻ കോടതികളിൽ പലവട്ടം യേശുവിനെ വിസ്തരിച്ചിട്ടും ഒരു തെളിവ് പോലും യേശുവിനെ ശിക്ഷിക്കുവാൻ കാണാഞ്ഞത്. നോക്കണേ, പിശാച് യേശുവിൽ നിന്നും ഏതെങ്കിലും തെറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി പരമാവധി അന്നുള്ള പ്രധാനപ്പെട്ട ഭരണകർത്താക്കളെ, പീലാത്തോസിനെ, ഹെരോദാവിനെ, അതുപോലെ തന്നെ കയ്യഫാസിനെ, മഹാപുരോഹിതന്മാരെ ഒക്കെ ഉപയോഗിച്ചെങ്കിലും ഒരു തെളിവ് പോലും യേശുവിനെതിരായി കണ്ടുപിടിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ടാണ് യേശുവിടെ പറയുന്നത്, എനിക്ക് അവനുമായി യാതൊരു കാര്യവുമില്ല. ഈ ലോകത്തിന് പ്രഭു വരുന്നു എന്ന് യേശു പറയുമ്പോൾ തന്നെ തൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനായ യൂദ യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കാൻ വേണ്ടി അന്നത്തെ പുരോഹിത വൃന്ദവും അന്നത്തെ ഭരണകർത്താക്കളുമായ റോമൻ ഭരണകർത്താക്കളുമായി അവൻ ആശയവിനിമയം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നോക്കണേ, എങ്ങനെയാണ് പിശാച് വരുന്നത്? ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പിശാച് എപ്പോഴും കൊമ്പ് കാണിച്ചും വാല് കാണിച്ചുമല്ല നമ്മുടെ അടുക്കലേക്ക് കടന്നു വരുന്നത്. ഒരുപക്ഷെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരിലൂടെ, ഒരുപക്ഷെ നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കുന്നവരിലൂടെ പിശാച് നമ്മുടെ അടുക്കിലേക്ക് വരാം. ഏദൻ തോട്ടത്തിൽ എന്താണ് സംഭവിച്ചത്? ഏദൻ തോട്ടത്തിൽ പാമ്പിൻ്റെ ആ രൂപത്തിലാണ് പിശാച് വരുന്നത്. പാമ്പിനെയാണ് പിശാച് അവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിൻ്റെ വചനത്തിൽ, വെളിപ്പാട് പുസ്തകത്തിൽ ഈ പാമ്പിനെ കുറിച്ചുള്ള പരാമർശമുണ്ട്. പിശാച് പാമ്പിൽ പ്രവേശിച്ച് ഹവ്വയെ ചതിച്ചു. ഏറ്റവും പ്രിയപ്പെട്ടതിലൂടെ ഹവ്വയെ അന്ന് ചതിച്ചു. അതുവഴി ഹവ്വയിലൂടെ ആദമിനെയും ഈ പിശാച് ചതിപ്പാനിടയായി തീർന്നു. ഇവിടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് പിശാച് വരാൻ ശ്രമിക്കുന്നത് യൂദാസിലൂടെയാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, യൂദാസ് യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തെങ്കിലും യേശുവിനെ തോൽപ്പിക്കുവാൻ പിശാചിന് കഴിഞ്ഞില്ല. യേശു പറഞ്ഞില്ലേ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നാമും അതുകൊണ്ട് ജയിക്കും. കർത്താവ് യേശുക്രിസ്തുവിൽ പൂർണ്ണമായ ആശ്രയം വയ്ക്കുന്ന ഏതൊരു വ്യക്തിയും ഇന്ന് ലോകത്ത് ഉണ്ടാകുന്ന അവരുടെ കഷ്ടങ്ങളാകട്ടെ, നഷ്ടങ്ങളാകട്ടെ, അതിലെല്ലാം വിജയം പ്രാപിക്കാൻ ഇടയായി തീരും. കാരണം യേശു നിങ്ങൾക്ക് വേണ്ടി ജയാളിയായിട്ട് മാറി. അതുകൊണ്ട് നമ്മൾ ആയിരിക്കുന്നതായ സ്ഥലത്തെ നമ്മൾ അറിയുക. റിയലൈസ് വെയർ വി ആർ ലിവിങ്. നമ്മൾ ജീവിക്കുന്നത് എവിടെയാണെന്ന് തിരിച്ചറിയുക. നാം ജീവിക്കുന്നത് ഈ ലോകത്തിലാണ്. ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്ന ലോകമാണ്. ലോകത്തിൻ്റെ ദൈവം പിശാചാണ്, അവൻ ലോകത്തിൻ്റെ പ്രഭുവാണ്. പക്ഷേ നമുക്ക് ലഭിച്ചിരിക്കുന്ന മഹാസന്തോഷത്തിൻ്റെ വാർത്ത എന്ന് പറയുന്നത്, യേശു ഈ സാത്താനെ വിജയിച്ചു. അവന് എന്നോടൊരു കാര്യവുമില്ല എന്ന് പറയുന്നത് പോലെ നമുക്കും പിശാചുമായിട്ട് ഒരു കാര്യവും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഇന്ന് ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ റിയലൈസ് ചെയ്യുക, തിരിച്ചറിയുക, നമ്മൾ എവിടെ ജീവിക്കുന്നു, ആരാണ് ഈ ലോകത്തിന് അധിപൻ. പക്ഷേ ക്രിസ്തുവിനാൽ ജയം പ്രാപിച്ച ആളുകൾ ഇന്ന് പിശാചിനെ തോൽപ്പിക്കുന്നവരാണ്. നമ്മുടെ കാൽക്കീഴെ പിശാചിനെ ദൈവം തന്നിരിക്കുക, നാം അവനെ ചവിട്ടുവാൻ. അതുകൊണ്ട് ഇന്നെന്നെ കേൾക്കുന്ന ദൈവമക്കളെ, സമാധാനത്തിൻ്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽക്കീഴെ മെതിച്ചു കളയും. നമ്മൾ എവിടെ ആയിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ അതിനേക്കാളും പ്രധാനപ്പെട്ട കാര്യമാണ് സാത്താനെ തോൽപ്പിക്കുവാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ലോകത്തെയും സാത്താനെയും ജയിച്ച് ഒരു അനുഗ്രഹിക്കപ്പെട്ട ആത്മീക ജീവിതം ഈ ഭൂമിയിൽ നയിക്കുവാൻ ദൈവം എല്ലാവരെയും ഇടയാക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. അടുത്ത ദിവസങ്ങൾ കർത്താവ് യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ നടന്നതായ ചില പ്രത്യേക സംഭവങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അതിനു മുമ്പായിട്ട് ഞങ്ങൾ എവിടെ താമസിക്കുന്നു എന്നുള്ളതായ ആ പൂർണ്ണമായ തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ടാകുകയും ഈ ഭൂമിയും ഈ ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു എന്നുള്ള കാര്യവും, ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് എപ്പോഴും ഒരേപോലെ ജീവിക്കുവാൻ കഴിയില്ല. കാരണം ഈ ലോക പിശാചിന് കീഴിൽ കിടക്കുന്നതുകൊണ്ട് പിശാച് ഞങ്ങളോട് എപ്പോഴും പോരാടുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. പക്ഷേ ഞങ്ങളൊരു കാര്യം മനസ്സിലാക്കുന്നു, ഞങ്ങൾക്ക് വിജയമുണ്ട്. കാരണം ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു സാത്താനെ തോൽപ്പിച്ചു. ആ തോൽവി നിമിത്തം ഞങ്ങൾക്കും പിശാചിനെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് ഉറപ്പോടെ ഞങ്ങൾ വിശ്വസിക്കുന്നു.
ഈ വചനം കേട്ട ഏവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.